വികാരങ്ങളെ ഉണർത്താൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സാങ്കല്പിക രംഗമല്ല ഇത് ഗസയാണ്. ഒരൊറ്റ മയ്യിത്ത് ഘോഷയാത്രയിൽ 112 രക്തസാക്ഷികൾ. ഫലസ്തീൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയ്യിത്ത് സംസ്കാരമാണിത്. 2 വർഷത്തിലേറെയായി അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഈ രംഗം നമുക്ക് സൂക്ഷ്മമായി കാണാൻ കഴിയും. ഇവ വെറും സംഖ്യകളല്ല, അവർ മുഴുവനും കുടുംബങ്ങളാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കുഴിച്ചിട്ട സ്വപ്നങ്ങൾ, അവർക്ക് യോഗ്യമായ ഒരു കബറിടം ലഭിക്കാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്ന പേരുകൾ. ഗസയിലെ അവരുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നതിന് മുൻപ് ലോകത്തിന് ഈ അളവിലുള്ള എത്ര സംസ്കാരങ്ങൾ ആവശ്യമാണ്? ഗസയിലെ നിരന്തരമായ ഇസ്രായേലിയൻ വേട്ടയാടൽ ഇപ്പോഴും തുടരുന്ന ഒരവസ്ഥയിലാണ് 300-ലധികം വരുന്ന മയ്യിത്തിനെ സംസ്കരിക്കുന്ന ഒരു ചടങ്ങ് വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. അറുതിയില്ലാത്ത യുദ്ധക്കൊതിയന്മാരായ ഭരണാധികാരികളും അഹങ്കാരികളായ നേതാക്കളും ലോകരാജ്യങ്ങളും ഈ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ഇപ്പോഴും തൻ്റെ രാജ്യത്തിനും തൻ്റെ രാജ്യത്തെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും സംരക്ഷണം നൽകാൻ ഒരു രാജ്യവും മുന്നിട്ട് വന്നിട്ടില്ല, ചോദ്യം ചെയ്യുന്നുമില്ല.